വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് PR നാഥൻ. ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്ക് വിനയാന്വിതമായി ഒരു കാര്യം ചിന്തിച്ചു നോക്കാം. വിനയാന്വിതമായി എന്ന് ആമുഖമായി പറയാൻ കാരണമുണ്ട്. സ്വല്പം വിനയത്തോടു കൂടിയല്ലാതെ ഇങ്ങനെ ഒരു കാര്യം ആലോചിക്കുവാൻ കഴിയുകയില്ല. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നതാണ് സുഖം. സകല ചരാചരങ്ങളും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് പറയുന്ന ആളിൻ്റെ ചിന്താഗതിയും ഇഷ്ടപ്രകാരം ജീവിക്കുക എന്നതാണ്. ബാല്യത്തിൽ ഏതാനും വർഷങ്ങൾ അച്ഛനമ്മമാരുടെ നിയന്ത്രണത്തിലായിരുന്നു. മനുഷ്യക്കുട്ടിക്ക് മാത്രം സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുകയില്ല. അതിന് മുതിർന്നവരുടെ സഹായം വേണ്ടിവരും. ക്രമേണ സ്വന്തം കാലിൽ നിൽക്കാൻ ആ കുട്ടി പ്രാപ്തനാകുന്നു. ഇനി ആവശ്യം ഉപജീവനത്തിനുള്ള മാർഗം കണ്ടെത്തുക എന്നതാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം വരെയും അതാണെന്ന് താൽക്കാലികമായി വിലയിരുത്താം. അങ്ങനെ ഉപജീവന മാർഗം സഫലമാകുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നു, എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കണം. ഇഷ്ടപ്രകാരം ജീവിക്കുക എന്നതിൻ്റെ പരിധികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾക്ക് പരിധികളുണ്ട്. ഇഷ്ടമുള്ളതെല്ലാം നമുക്ക് വിളിച്ചു പറയാൻ കഴിയുമോ? ഇഷ്ടമുള്ളിടത്തെല്ലാം കിടക്കാൻ പറ്റുമോ? എൻ്റെ ഇഷ്ടപ്രകാരം മറ്റുള്ളവർ ജീവിക്കണമെന്ന് പറഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമാണോ? ഞാനൊരു എഴുത്തുകാരനാണ്, തോന്നുന്നതെന്തും ഞാൻ എഴുതുമെന്ന് വാശി പിടിക്കുന്നത് ശരിയാണോ? തോന്നുന്നതെല്ലാം പ്രാവർത്തികമാകുന്നതിൻ്റെ ആ അവസ്ഥയെ തോന്നിവാസം എന്നാണ് പറയുക. തോന്നുന്നിടത്ത് വസിക്കുന്നതാണ് തോന്നിവാസം. എല്ലാ കാര്യങ്ങളിലും നമുക്ക് നിയന്ത്രണങ്ങൾ വേണം. വ്യവസ്ഥ ഉണ്ടാകണം. വസ്ത്രധാരണത്തിൽ വ്യവസ്ഥ ഉണ്ടാകണം. ഇരിപ്പിൽ, നടപ്പിൽ എല്ലാം വ്യവസ്ഥ വേണം. എന്തിനധികം സ്വന്തം വീട്ടിൽ പോലും തന്നിഷ്ടം പോലെ ജീവിക്കാൻ കഴിയുകയില്ല. അച്ചടക്കമില്ലാതെ ജീവിക്കാൻ ആർക്കും അനുവാദമില്ല. ഇഷ്ടം പോലെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് തുടക്കത്തിൽ പറഞ്ഞെങ്കിലും ഇഷ്ടത്തിന് പരിധികളുണ്ട്. ഇഷ്ടപ്പെട്ടൊരു സാധനം എൻ്റെ സമ്പാദ്യം കൊണ്ട് ഞാൻ വാങ്ങിച്ചതാണെങ്കിലും അത് അളവിലേറെ ഭക്ഷിക്കാൻ കഴിയുമോ? ഒരുവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിധി ലംഘിക്കുമ്പോൾ സമൂഹം ഇടപെടുന്നു. ഇഷ്ടം പോലെ ജീവിക്കാനാണ് ഞാൻ പണമുണ്ടാക്കിയത് എന്ന ന്യായീകരണമൊന്നും അവിടെ വിലപ്പോവില്ല. കുട്ടികൾക്ക് നിയന്ത്രണം വേണം. സ്വന്തം വീട്ടിലെ കസേരയിൽ കയറിയിരിക്കുന്നത് പോലും നേരാം വണ്ണമല്ലെങ്കിൽ മുതിർന്നവരുടെ ശകാരം കേൾക്കേണ്ടി വരും. മുതിർന്നവർക്കും ഇത് ബാധകമാണ്. ഞാനുണ്ടാക്കിയ വീടാണ് എന്നൊന്നും വീരവാദം പറയാൻ പറ്റില്ല. പ്രകൃതിക്ക് അതിൻ്റേതായ ധർമ്മങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിലും എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല. അന്യരുടെ മൂക്ക് തുടങ്ങുന്നിടത്ത് നമ്മുടെ സ്വാതന്ത്ര്യം അവസാനിക്കുന്നു. ഇഷ്ടപ്രകാരം ജീവിക്കണമെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇക്കാര്യം കൂടി ആലോചനയ്ക്കെടുക്കുമ്പോഴാണ് അതിന് പൂർണ്ണത കിട്ടുക. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് PR നാഥൻ.